അള്ളാഹുവിലേക്ക് തിരിയാൻ ഏറ്റവും നല്ലതൊരു മുഅ്മിനായ മനുഷ്യന് നിസ്കാരമാണ്. ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, സാമ്പത്തികമായ വിഷയത്തിലൊക്കെ അങ്ങനെ തന്നെ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനോട് വന്നിട്ട് തോട്ടത്തിലെ തൊഴിലാളി പറഞ്ഞു, ഇക്കൊല്ലം നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം കുറയും. അനസ് റളിയല്ലാഹു അൻഹു, വരുമാനം കുറഞ്ഞാൽ കുടുംബത്തെ ഞാൻ അങ്ങനെ തീറ്റിപ്പോറ്റും? നമ്മളെപ്പോലെ ഒന്നും രണ്ടും മക്കളല്ല, ഇഷ്ടംപോലെ മക്കളുണ്ട്. മഹാന്മാര് പറഞ്ഞു, അനസ് റളിയല്ലാഹുവിന്റെ സ്വന്തം മുതുകിലായി വന്ന മക്കൾ തന്നെ 100-ലധികം ഉണ്ട് എന്നാ. പേരക്കുട്ടികളല്ല, സ്വന്തം മക്കള്. 3 കുട്ടികളുടെ അടുത്ത് പോയിട്ട് ഇയാൾ പഠിച്ചോനെ ഇനി ഇയാൾക്ക് മക്കളെ കൊടുക്കുന്ന പറഞ്ഞാൽ കുടുംബനാഥം ഒരു നിലക്കും ആമീൻ പറയില്ല. ബാക്കിയുള്ളവരൊക്കെ ഒരു പക്ഷെ ആമീന്ന് പറഞ്ഞേക്കും. കാരണം കുടുംബനാഥം ചിന്തിക്കും, കുടുംബത്തിലാളെ ചിന്തിക്കും, ഉസ്താദ് എന്ത് ദ്വാരന്ന് 3 ആളെ തന്നെ ഞാൻ കഷ്ടപ്പെട്ട് ഇങ്ങനെ പോറ്റാണ്, ഇനിയും ദ്വാരക്ക് തന്നെയാണോ? ഇത്രയും അധികം സന്താനങ്ങളെ പോറ്റാൻ അല്ലാഹു തആല നൽകിയ സമ്പത്ത് തോട്ടമാണ്, കാരക്കത്തോട്ടം. എപ്പോഴും കാരക്കുള്ള തോട്ടാണ് അനസ് റളിയല്ലാഹുവിന്റെ തോട്ടം. ബാക്കിയുള്ള തോട്ടത്തിനൊക്കെ സീസൺ അല്ലേ? ഇവിടെ ഈ കെട്ടിത്തൂക്കിയ അടക്ക കണ്ടില്ലേ? അടക്കൊക്കെ ഒരു സീസൺ അല്ലേ? എപ്പോഴും അടക്ക ഉണ്ടാവും ഇല്ലല്ലോ. അതേപോലെ കാരക്കൊക്കെ ഒരു സീസൺ ഉണ്ട്, അതിന്റെ സമയത്തെ അതുണ്ടാകും. ചൂടുകാലാണ് മുഖ്യമായിട്ടും. ചൂടുകാലത്ത് തോട്ടത്തിൽ തൊഴിലെടുക്കുന്ന ഒരാളും ഇവിടെ കാണൂല, ഒക്കെ അവിടെ ഉണ്ടാവും. കാരണം അറബികൾക്ക് നല്ല പണി ഉണ്ടാകും. ഈ കാരക്ക പറിച്ച് അത് തൂക്കി റെഡിയായി കൊടുക്കാനൊക്കെ പണി ഇഷ്ടം പോലെ വരും. പക്ഷെ അനസ് റളിയല്ലാഹുവിന്റെ തോട്ടത്തിൽ എല്ലാ സമയത്തും ഉണ്ടാവും കാരക്ക. അപ്പൊ തൊഴിലാളി വന്നിട്ട് പറഞ്ഞു, മഴയല്ല, അതുകൊണ്ട് കാരക്ക കിട്ടുന്നത് കുറവാകും. കാരക്ക കുറയാൻ പാടില്ല, കുടുംബം പോറ്റണ്ടേ. അനസ് റളിയല്ലാഹുവിന്റെ ഒരു മുസല്ല എടുക്കുന്നു പറഞ്ഞു. മുസല്ല എടുത്തിട്ട് മരുഭൂമിയിൽ പൊരന്റെ പുറത്ത് മുറ്റത്ത് ഖിബിലക്ക് തിരിഞ്ഞ് 2 റക്അത്ത് നിസ്കരിച്ചു. നിസ്കാരത്തിൽ ആയിരുന്നു, പടച്ചോനെ നീ എനിക്ക് കണക്കാക്കിയ ഹലാലായ സമ്പത്തില് ഒരു കുറവും വരുത്തത് നീ എനിക്ക് തരണം. നിന്റെ മുന്നിൽ സുജൂദ് ചെയ്തിട്ടാ ഞാൻ ചോദിക്കുന്നത്. തൊഴിലാളിയോട് പറഞ്ഞു, പോയിക്കോളും, മഴ കിട്ടും. തൊഴിലാളി അവിടെ എത്തുമ്പോഴേക്ക് ആ തോട്ടത്തിൽ മാത്രം മഴ. ആ തോട്ടത്തിൽ ഇഷ്ടത്തിനനുസരിച്ച് വെള്ളം കിട്ടി. കണ്ട, നിങ്ങൾ ചോദിക്കാത്തൊരു വിഷയവും ഇല്ല നിസ്കാരത്തില്, എല്ലാ സംഗതികളും ചോദിച്ചു.